അപ്പോ നരേന്ദ്രമോദിയുടെ മറുപടി എന്താണ്? കോപ്പിലെ കേരളം, കോപ്പിലെ വയനാട് എന്നാണ് അയാളുടെ മറുപടി. എന്ത് കോപ്പ്? കോപ്പിന്റെ സമ്മേളനം നമ്മൾ കണ്ടല്ലോ, കഴിഞ്ഞ ആഴ്ചത്തെ കോപ്പിന്റെ സമ്മേളനം. അസർബൈജാന്റെ ആസ്ഥാനമായ ബാക്കുവിൽ കോപ്പ് 29 സമ്മേളനങ്ങൾ, കോപ്പ് COP കോൺട്രാക്ട് പാർട്ടികളുടെ 29ാമത്തെ സമ്മേളനം കഴിഞ്ഞു. അതിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചെറിയ രാഷ്ട്രമാണ് നമ്മുടെ അടുത്തുള്ള മാലദ്വീപ്സ്. അവരുണ്ട്, ഈ പസഫിക്കിലെ രാജ്യങ്ങളും ചെറിയ രാജ്യങ്ങളുണ്ട്. അവർ ഞങ്ങൾക്ക് കോമൺ സെറ്റ് നമ്മളപ്പോൾ അവർ വിട്ടേക്കുണ്ട്. അപ്പോൾ വാഷിംഗ്ടണിൽ നിന്ന് ട്രംപ് പറയുന്നത് എന്താണ് ഇത് കോപ്പ്, ഒരു പൈസയും തരില്ല എന്ന് പറയുന്നത്. ലോകം മുഴുവൻ കോമൺ സെറ്റിന് ആവശ്യപ്പെടുന്ന ഒരു കാലത്ത് നമ്മൾ ആവശ്യപ്പെടുന്നു. അതോടൊപ്പം ഒരു കാര്യം പറയട്ടെ, നമ്മുടെ കേരളം മാറിപ്പോയി. കോവിഡ് മാറ്റുള്ള കാലത്തേക്ക് മാത്രമല്ല മാഷേ, കേരളത്തിൽ 2017 മാത്രം ഉണ്ടായത് ആദ്യത്തെ സംഭവം എന്താണ്? ഓഖി വന്നു. കൊച്ചിയിൽ നിന്ന് ബോട്ടിൽ പോയ 9 ബോട്ട് മുങ്ങിക്കിടക്കുകയാണ്. ഇപ്പോഴും ലക്ഷദ്വീപിൽ 69 മനുഷ്യർ ഇപ്പോഴും മുങ്ങിക്കിടക്കുകയാണ്. പ്രധാനമന്ത്രി ഇവിടെ വന്നില്ലേ, വന്ന് പറഞ്ഞു എല്ലാവരും രക്ഷിക്കുന്നത്, ആരും രക്ഷിച്ചില്ല. ധനകാര്യമന്ത്രിയും വന്ന് ആരും രക്ഷിച്ചില്ല. അതിപ്പോഴും നടക്കുന്നത്. ഇവിടെ വന്ന് ഫോട്ടോ ഷൂട്ട് നടത്തി പോയിരിക്കാം, ആരും രക്ഷിച്ചില്ല. അതിനുശേഷം ഓഖി, ടൗട്ടെ, ഗജ, ഉംഫൻ, നിസർഗ, വായു, അങ്ങനെ ഒന്നിന് പുറകെ ഒന്നായി ഈ ദൈവത്തിന്റെ സ്വന്തം നാട് പിശാച് ഭാഗത്ത് പോലെ മാറിക്കൊണ്ടിരിക്കുന്നത് കൂടെ നമ്മൾ കണക്കെടുക്കേണ്ടതുണ്ട്. ഇതിനു മുൻപ് എവിടെ ഉണ്ടായി നമുക്കറിയാം, കവളപ്പാറയിലും പെട്ടിമുടിയിലും ഒക്കെ സംഭവിച്ചിട്ടില്ല. അതൊക്കെ മുന്നോടിയാണെന്ന് അറിയണം. അതുകൊണ്ട് പഴയ കേരളം വളർന്നുകൂടി കാണണം. അതുകൂടി നേടാനുള്ള കരുത്ത് കൂടി നമ്മൾ ആർജിക്കണം.